ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്താൽ നമ്മളോട് സന്തോഷം തോന്നും. അപ്പൊ ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ആദ്യത്തെ കാര്യം ഇതാണ്: ദൈവത്തിന് നമ്മളെ കുറിച്ച് സന്തോഷം തോന്നണമെങ്കിൽ നമ്മൾ യേശുവിനെ ഇങ്ങനെ അങ്ങ് കണ്ണും പൂട്ടി സ്നേഹിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അനുതാപമുള്ളവരാണെങ്കിൽ പിതാവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങളൊരു ആത്മാവിനെ യേശുവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ പിതാവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഇത് പിശാചിന് അറിയാവുന്നത് കൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ യേശുവിനെ സ്നേഹിക്കാതിരിക്കാൻ പിശാച് സകല നുണകളും നമ്മുടെ തലയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തരും. ദൈവത്തിന് നിന്നോട് സ്നേഹമില്ല, സ്നേഹം കൊണ്ട് നീ പരീക്ഷയെ തോക്കുവോ, സ്നേഹം കൊണ്ട് നിന്റെ ഈ വിസ കിട്ടാതിരിക്കുവോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിശാച് സകലമാന നുണകളും പറഞ്ഞ് നമ്മുടെ തലയില് ദൈവത്തോടുള്ള സ്നേഹം കളയാൻ ശ്രമിക്കും. നമ്മുടെ എല്ലാ പാപത്തെയും, ഇതൊക്കെ ആരാ ചെയ്യാത്തത്, മനുഷ്യനാണെങ്കിൽ അങ്ങനാണ്, മനുഷ്യൻ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, ഇതൊക്കെ ഡാനിയലച്ചന് ചെയ്യുന്ന പാവമാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പാപത്തെക്കുറിച്ച് അനുദപിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കും. മൂന്നാമതായിട്ട്, നിങ്ങൾ സുവിശേഷ വേല ചെയ്യാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നാൽ നിങ്ങളെ എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ പിശാച് സഹായിക്കും. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണം, നമുക്ക് പ്രാർത്ഥിക്കണം, ഈശോയെ, ഓരോ ദിവസം കഴിയും തോറും അങ്ങയോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു തരണമേ.